എവരിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഉണ്ണിപ്പാപ്പനും സനിറ്റാൻ്റിയൊക്കെ അജ്മാനിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ്. ഈദ് ഹോളിഡേയ്സ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ജൂബി ചേട്ടായും ലില്ലി ചേച്ചിയും പിള്ളേരും ഉണ്ട്. അപ്പം നമ്മളവിടെ മ്യൂസിക് സിസ്റ്റം പ്ലേ ചെയ്തപ്പോഴത്തേക്കും ഹേവലോട്ടനും പിള്ളേരും എല്ലാം ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ഫിഷ് ഗ്രില്ല് ചെയ്തതും ചിക്കൻ ഗ്രിൽഡുമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇറ്റ്സ് ബേബി ആണെങ്കിൽ ഉണ്ണിപ്പാപ്പൻ്റെ കാലിൽ കയറുന്ന ഡാൻസ് ചെയ്യുമായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പം ജൂബി ചേട്ടായി പാട്ടിനനുസരിച്ച് താളം പിടിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ആ മ്യൂസിക് ഇടാൻ പറ്റത്തില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. അങ്ങനെ ഇതേണ്ട എല്ലാവരും ഫുഡ് കഴിക്കുന്നു, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ എന്നിട്ട് രാത്രി പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചുമ്മാ വെറുതെ നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ ഈ റൗണ്ട് ബോട്ടിൽ കൂടെ നടക്കേണ്ടിയിട്ട് അടിപൊളി നൈറ്റായിരുന്നു കേട്ടോ. രാത്രി 2:30 ഞങ്ങളെല്ലാം കൂടെ ചുമ്മാ ഫുഡെല്ലാം കഴിച്ചിട്ട് നടക്കാൻ പോകുന്ന കാണുന്നത്. ഇതുണ്ട്, ഈ ലിഫ്റ്റിൽ ഒരു കൂട്ടം ആൾക്കാർ പോയി, ഈ ലിഫ്റ്റിൽ അടുത്ത ഒരു കൂട്ടം ആൾക്കാർ കയറുന്നു. ഹെയ്ഡൻ ഈ സൈക്കിൾ കൊണ്ട് വെച്ചിട്ട് വന്നേ വരുന്നുണ്ടെങ്കിൽ നോ പുട്ട് ഇറ്റ് ബാക്ക്. ഇതേ ഞങ്ങളെല്ലാവരും ഇട്ടിരുന്ന ഡ്രസ്സോടെ ഇതേ ഒരാൾ ഒന്ന് കട്ട് കണ്ടോ, ഒരാൾ ഒറ്റയ്ക്ക് ഇൻജസ്റ്റിസ്, ഒരാൾ മാത്രം ഐസ്ക്രീം കഴിക്കുന്നുണ്ടോ. 2:30 കേട്ടോ രാത്രിയിൽ. ഇവിടെ വെളുപ്പിന് 2 മണിയായി. ഇതാടാ ഒരു പറ്റം ജനങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ. ഞങ്ങൾ ചുമ്മാ നടക്കാൻ പോകണം കേട്ടോ. കണ്ടോ, എല്ലാവരും അവരവർ ഇട്ടിരുന്ന ഡ്രസ്സോടുകൂടി ഇറങ്ങി. ഞങ്ങളുടെ ഒരു ഏറ്റവും സീനിയർ സിറ്റിസൺ ഇവിടെ ഇരിപ്പായി. ഇതേണ്ടേ വേണ്ട പോകുന്നു ഹേബൽ കുട്ടൻ, പൊന്നു ചേച്ചി, ഇത് കണ്ടോ നിരന്ന് പോകുന്നുണ്ടോ ആൾക്കാരെല്ലാവരും ഇവിടെ. ഞങ്ങളുടെ ഹേഡൻ കുട്ടൻ പിണങ്ങി നടക്കുവാണ് കേട്ടോ. കണ്ടോ, അവനെ ഒരു 3 വീൽ സൈക്കിൾ എടുത്തിട്ട് ചവിട്ടാൻ സമ്മതിക്കാത്തന്നെ. ഈ കച്ചക്കകത്തോടെ എങ്ങനെ ചവിട്ടാനാ? അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും തണ്ട ഉണ്ണിപ്പാപ്പൻ പോന്നു. ജൂബിച്ചേട്ടായി, സനിറ്റാമ്മ പിണങ്ങി നടക്കുന്നത് ഞങ്ങളുടെ ഹേഡൻ കുട്ടൻ. പൊന്നുചേച്ചിക്ക് ഒരു ആഗ്രഹമുണ്ട് അംബ്രല ബീച്ച് വരെ നടന്നാലോ ഒന്ന്. പക്ഷെ ഞങ്ങളെ കൊണ്ട് അതെ ഞങ്ങൾക്ക് ആരോഗ്യസ്ഥിതി പോയി ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അംബ്രല ബീച്ച് വരെ നടക്കുന്നില്ല. ചുമ്മാ ഇങ്ങനെ ഇട്ടത്തോടെ ഇങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു U-ടേൺ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഇങ്ങനെ സാധാരണ ഞങ്ങൾ ഇവിടെ നടക്കാനായിട്ട് വരുന്നതാണ്. പക്ഷേ ഇവരൊക്കെ വന്ന സ്ഥിതിക്ക് ഇവരെയും കൊണ്ട് കൊന്ന ഹേവലോട്ടൻ ഉറക്കം വരാൻ തുടങ്ങി. ഇതാ പൊന്നു ചേച്ചിയുടെ ഇരിക്കുന്നു കണ്ടോ. ഇതാണ് കേട്ടോ രാത്രി വ്യൂ. അങ്ങനെ ഇതാ ഇവിടെ ഒരു പറ്റം ആൾക്കാർ സെറ്റായി. സനിറ്റ, പിള്ളേർ, വേണ്ടേ ഹെലമോളും പൊന്നൂസും കൂടി ഇവിടെ ഒക്കെ സെറ്റായി. ഇതാ ഇവിടെ കിടന്നുറങ്ങുന്ന ആൾക്കാർ. ഇപ്പം ഇവിടെ സമയം വെളുപ്പിനെ 3:15 കാണാൻ പറ്റുന്നുണ്ടോ? 3:15 സമയമായി. ഇവിടെ ഇഹാങ്കുട്ടനും മൈക്കിയും ജൂബിച്ചേട്ടായും ഉണ്ണിപ്പാപ്പൻ കൂർക്കം വലി ചേർന്നുറങ്ങുന്നുണ്ടോ. എല്ലാവരും സെറ്റായി. ഇവിടെ പൊന്നിച്ചേച്ചി ഹെലമോളും കൂടെയാണ് കേട്ടോ കിടക്കുന്നത്. ലിലി ചേച്ചി, ഇസ് ബേബി, സനിറ്റാൻറ്റി. ഇതാ അപ്പോൾ ഇവരിവിടെ സെറ്റായി. അപ്പോൾ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. 3:15 ഗുഡ് നൈറ്റ് ഹെലമോളെ, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേക്കും ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട് പോട്ടെ. ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണേ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ബെഡ്റൂമിൽ കയറി ഹേബിലോട്ട് രണ്ട തൊട്ടി കിടന്നുറങ്ങി. വേണ്ടേ ഹേഡാപ്പി ഇവിടെ കിടന്നു, ഇച്ചുദ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പം രാത്രി ഉറങ്ങാൻ പോയപ്പോൾ 3:30 വെളുപ്പിനെ. അപ്പം ഗുഡ് നൈറ്റ്. നാളെ രാവിലെ ബാക്കി വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. ഞങ്ങളുടെ ഒരു മോർണിംഗ് എല്ലാവരും എഴുന്നേറ്റു. ഞങ്ങളൊരു കട്ടനൊക്കെ കുടിച്ചു. പിള്ളേർ പുട്ടും പഴമൊക്കെ കഴിച്ചു. ഇതാ നിൽക്കുന്നു എല്ലാവരും. ഇതാണ് ഇവരിവിടെ എന്തോ ടാബെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹേവലോട്ടൻ ഇതായിരിക്കുന്നു. ഇതൊക്കെ ചേച്ചി സിമ്പിളായിട്ട് ഒരാൾ വന്നത് എൻ്റെ കിച്ചണിലേക്ക് പോയി. ഞങ്ങളുടെ ആസ്ഥാന ഗായകനാണ് കേട്ടോ ഇത് നടന്നു പോയത്. ഞങ്ങൾക്ക് ഇതിൻ്റെ കഴിക്കാനുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെ ഇതാ പുട്ടെല്ലാം ഉതിരാണ് കേട്ടോ. ഉതിര റെഡി ആയിട്ടുണ്ട്. ഉതിരിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഴമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട്. പുട്ടും മാങ്ങ അടിപൊളി കോമ്പിനേഷൻ. ഇതാ മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട്. ഈ പഴമുണ്ട് കേട്ടോ പുട്ടിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്കൊരു മാങ്ങ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു മാങ്ങയാണ്. ഇത് ആക്ച്വലി ഇവിടുത്തെ ലോക്കൽ മാങ്ങയാണ്. നമ്മളിവിടുത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച എങ്ങനെ പോയാലും ഇതൊരു 1 കിലോ മിച്ചമുണ്ട്. 1 കിലോ മിച്ചമുള്ളൊരു മാങ്ങയാണ്. ഇത് പഴുത്ത് വരുന്നുള്ളൂ കേട്ടോ. ഇതുണ്ടോ ഈ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ മഞ്ഞച്ചിട്ട് ഇത് ഫുള്ളൊരു മഞ്ഞ കളറാവും കേട്ടോ. നല്ല ഹെവിയാണ്, നമുക്ക് പിടിക്കാനൊക്കെ നല്ല ഹെവിയാണ് കേട്ടോ. അടിപൊളി മാങ്ങയാണെന്നാണ് പറഞ്ഞത്. ഇത് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ പുറത്ത് പോകുമ്പം ഞാൻ പുറത്ത് പോകുന്ന വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിള്ളേരുടെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഞങ്ങളിനി ഉതിരും പഴവും മാങ്ങയൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് കാണിച്ചു തരാവേ.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ സമയം 1:30 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വേഗം ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല. ഞങ്ങളെല്ലാവരും ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. വേണ്ട പൊന്നൂസ, ലിലിയ ചേച്ചി, സനിറ്റാമ്മ, ഉണ്ണിപ്പാപ്പൻ, ബേബി, ഹെലൻ, ജൂമാമൻ, ഇച്ചു, പിള്ളേരെല്ലാവരും ഇതാണ്ട് ആ വണ്ടിയിൽ കയറി. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എവിടെയൊക്കെയായിട്ട് നമ്മളിങ്ങനെ പോവാണ്. ലൊക്കേഷൻ ആക്ച്വലി ഇതുവരെ ഡിസൈഡ് ആയിട്ടില്ല. സ്റ്റിൽ തിങ്കിങ്. ഡിസ്കഷൻ നടത്തുന്നുണ്ടോ? പുറത്തിറങ്ങി നിന്നിട്ടാണ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. ഇവന്മാരെല്ലാം ബാക്ക് സീറ്റ് സെറ്റായി. അപ്പോൾ ഇതിൽ ഇവിടെ വന്നിട്ട് ആരെങ്കിലുമൊക്കെ കയറും. പിന്നെ ഫ്രണ്ടിൽ 2 പേര്. ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. ഇവന്മാരാണ് കേട്ടോ 3 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇങ്ങനെ പിള്ളേർ സെറ്റിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. പൊന്നിൻ്റെ മുടിയൊക്കെ പറന്നു പോന്നു. അങ്ങനെ ഹെലമോൾ ഇതാണ്ട് രാത്രി കയറും. അങ്ങനെ ഹെലമോൾ ഇതാ കയറുന്നു. അങ്ങനെ സെറ്റായി. ഉണ്ണിപ്പാപ്പനൊക്കെ ഈ വണ്ടി വരും. ഞങ്ങൾ ഈ വണ്ടിയിലാണ് പോകുന്നത്. എല്ലാം ഞാൻ സെറ്റാണ് കേട്ടോ. ഇതാ ഇച്ചു സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഹായ് പറ ഹാബിൾ. ഹായ്. നമ്മളെവിടെ പോവാ? പുറത്ത് അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടാണ് പുറത്ത്. ഇവിടെ പൊതുവേ ഇപ്പം ജൂണൊക്കെ ആയെങ്കിലേ ഉള്ളെങ്കിലും നല്ല ചൂടാണ്. അപ്പം നമുക്ക് 4 ദിവസം ഇവിടെ അവധിയാണ്. ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്താ പറയുക, പെരുന്നാളിൻ്റെ അവധിയാണ് 4 ദിവസം. ഷിച്ചുവിന് 2 ദിവസം അവധിയുണ്ട്. അപ്പം എല്ലാവരും കൂടിയപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പോയി എൻജോയ് ചെയ്തിട്ട് വരാം. ഈ 1:30 മണിക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഉണ്ണിപ്പാപ്പനും സെൻറ്റാൻറ്റിക്കും ചായ കുടിക്കണം എന്ന് പറഞ്ഞു. ചായ അല്ല, ശരിക്കും പറഞ്ഞാൽ കോഫി. അപ്പോൾ ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി പോകണം. അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. ആദ്യം പോയിട്ട് കോഫി കുടിക്കാം. അപ്പോൾ കോഫി കുടിക്കുന്ന പറ്റിയിട്ട് കാണാവേ. അങ്ങനെ ഞങ്ങളിവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിൽട്ടർ കോഫി കുടിക്കുന്ന കടയിലെത്തി. ക്ലാസിക് ചെന്നൈ അവിടെ എത്തി. അപ്പോൾ നമുക്കൊരു ഫിൽട്ടർ കോഫി കുടിക്കാം കേട്ടോ. സൈഡിൽ ഉണ്ണിപ്പാപ്പനും കൊണ്ട് നിർത്തി. And also
പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയി ലഞ്ച് കഴിച്ചിട്ട് വരാമേ, എന്നിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാണ്ട് ഒരു മന്തിക്കടയിലെത്തി മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ മന്തിക്കട, ബാബ് അലിയാമൻ മന്തി. നല്ല അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളും. ഇങ്ങനെ ക്യാബിനായിട്ടാണ് കേട്ടോ, ഇങ്ങനെ രസമാണ്, അടിപൊളി ക്യാബിൻസാണ്. ഇതല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതുണ്ട് ഈ ഒരു ക്യാബിൻ ഞങ്ങൾ സെറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ തറയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. കണ്ടോ, എല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വട്ടം ഇരുന്നിട്ടാണ് എല്ലാവരും കഴിക്കുന്നത്. ഉണ്ണിപ്പാപ്പ സെറ്റായിട്ടിരിക്കുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ട് സാലഡും കാര്യങ്ങളൊക്കെ വന്നു. ഇത് ഇവിടുത്തെ ചട്നിയാണ് കേട്ടോ, റെഡ് കളറിൽ കാണുന്നത് ടൊമാറ്റോ ചട്നി. ഇത് മട്ടൻ സൂപ്പാണ്. ഇത് സാലഡ്, പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി ഫിഷും ചിക്കനുമാണ്, അത് വന്നില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതേണ്ടോ, ഇതൊരു കുഞ്ഞാടാണ് കേട്ടോ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. ഞങ്ങൾ ഇതേണ്ടേ ഞങ്ങൾ ബീച്ച് ഏരിയയിലെത്തി. ഇതാണ് ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ ബീച്ച് ഏരിയയിലെത്തി. ഹേബൽ അലമ്പാണ്. പാരച്ചൂട്ട് പോകുന്നുണ്ടോ? ദേ നടന്നു ഒരു ചേട്ടായും ലിലി ചേച്ചിയൊക്കെ. അതല്ല, ഇതെന്ത് ചെടിയാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഇത് വെള്ളത്തിലൊന്നും അല്ല കേട്ടോ നിൽക്കുന്നത്, ഇത് കരയിൽ തന്നെ നിൽക്കുന്നത്. പക്ഷെ ഇതെന്ത് ചെടിയാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതുപോലുള്ള ബോട്ടുകളിലാണ് നമ്മൾ പോകുന്നത്. ഇതാ എല്ലാവരും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതല്ലേ, ഞങ്ങളൊക്കെ എല്ലാവരും ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് വന്നു. നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന്. ഇതെല്ലാവരും ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടോ. എന്താ ഇതാ ഞങ്ങളെല്ലാവരും ബോട്ടിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. കയറിക്കോ അഞ്ച് പേരാ കയറ. പോയി കയറ്. അവസാനം ഞാൻ വരാം. ഫോണൊക്കെ പിടിച്ച് ഇതാ ഞങ്ങളിവിടെ എത്തി കേട്ടോ. ഞങ്ങൾ എത്തിയിട്ട് ഇതാണ്ട് എല്ലാവരും വെള്ളത്തിൽ ചാടാൻ നിൽക്കുന്ന കാണുന്നത്. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങുക കേട്ടോ. അടിപൊളി തിരയാണ്, നല്ല രസമാണ് കാണാനൊക്കെ. പക്ഷേ കെയർഫുൾ ആയിരിക്കണം ഇവിടെ വരുമ്പം. ഹേബിലൂട്ടൻ്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കാരണം ഹേബിലൂട്ടനെ ഇതൊക്കെ പേടിച്ചു പോയി, ഞാനും പേടിച്ചു പോയി സത്യത്തിൽ. ബോട്ട് അത്ര സ്പീഡിലാണ് വന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജൂബിച്ചേട്ടായി വെള്ളത്തോട്ട് ഇറങ്ങുന്ന കാണുന്നേ. എല്ലാവരും ഇറങ്ങോട്ടോ. അയ്യോ ലിലേ ചേച്ചി അതെ വീടാൻ പോകുന്നു. ലിലേ ചേച്ചി വീടല്ലേ. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങോട്ടോ. ചേച്ചി ഇറങ്ങിയിട്ട് വാ, ഇറങ്ങിക്കോ.
അലീനക്ക് നന്നായിട്ട് ഇത് അറിയാലോ. എല്ലാം കഴിഞ്ഞ് തിരിച്ച് എത്തി, വീട്ടിലെത്തി. എല്ലാവരും വെള്ളത്തിൽ ചാടി കുളിച്ച് റെഡിയായി വീട്ടിലെത്തി. ഇനിയിപ്പം പച്ചക്കപ്പ പുഴുങ്ങാൻ പോവാണ്, മീൻകറിയും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ആക്ച്വലി എല്ലാവരും ടയേർഡായി.
ഞങ്ങളതുവഴി പോയി ഗോൾഡനിൽ പോയി ചായയൊക്കെ കുടിച്ച് വന്നു. ഇതാ പിള്ളങ്ങളെല്ലാം അടുത്തു, എല്ലാവരും തന്നെ ടയേർഡാണ്. പിന്നെ ഉണ്ണിപ്പാപ്പനും സൻറ്റാൻറ്റിയും ജൂചേട്ടായും ലിലിയാൻറ്റിയും എല്ലാം കൂടെ വഴിതെറ്റി അതിലൊക്കെയോ പോയിട്ടുണ്ട്. ഞങ്ങൾ മാത്രം വീട്ടിലെത്തി. പിള്ളേർ സെറ്റുകൾ, ഞാനും ടിജോയും പിള്ളേർ സെറ്റും വീട്ടിലെത്തി. അവരിപ്പോൾ തിരിച്ചെത്തും. ഇപ്പോൾ വിളിച്ചപ്പോൾ ഒരു 5 മിനിറ്റിലെത്തും എന്ന് പറഞ്ഞു. അവർക്ക് വഴി തെറ്റിപ്പോയി. ഞങ്ങളെ പിടിക്കാൻ പറ്റില്ല, ഞങ്ങൾ റൗണ്ട് ഔട്ട് കയറിയപ്പോഴത്തേക്കും പിടിക്കാൻ പറ്റില്ല. സോ ഈ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുക. ഞങ്ങൾ ഇനിയും ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം കിടക്കട്ടെ. ഇന്നലെ രാത്രി 3:30 ആയപ്പോഴാണ് കിടന്നത്. രാവിലെ 8 മണിയായപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. വീണ്ടും പുറത്തൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഇത്ര സമയമായി. So see you with another good video. Bye bye. Take care. So if you like the video, please share, like, subscribe and comment. Bye bye.